നഗരത്തിലെ തിരക്കുകൾ പതിവിലും നേരത്തെ തുടങ്ങിയിരുന്നു. അഞ്ജലി മേനോൻ IPS തന്റെ ഔദ്യോഗിക വസതിയുടെ വരാന്തയിൽ നിൽക്കുമ്പോൾ അവരുടെ മുഖത്ത് നേരിയ ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു. എപ്പോഴും ധരിക്കുന്ന കാക്കി യൂണിഫോമിന് പകരം ഇന്ന് അവൾ അണിഞ്ഞിരിക്കുന്നത് ലളിതമായ ഒരു ഇളം നീല നിറത്തിലുള്ള കോട്ടൺ സാരിയാണ്. കഴുത്തിൽ ഒരു ചെറിയ സ്വർണ്ണമാലയും കാതിൽ ചെറിയൊരു കമ്മലും മാത്രം. ഇന്ന് അവളുടെ സ്വന്തം സഹോദരന്റെ വിവാഹമാണ്. ടാനി ജില്ലയിലെ പുതിയ പോലീസ് മേധാവിയാണെന്ന് ഭാരം മാറ്റിവെച്ച് ഒരു സാധാരണക്കാരിയായ സഹോദരിയായി ആ കല്യാണ പന്തലിലെത്തണമെന്നാണ് അവൾ ആഗ്രഹിച്ചത്. ഔദ്യോഗിക വാഹനം ഒഴിവാക്കി നഗരത്തിന്റെ തുടിപ്പുകൾ നേരിട്ടറിയാൻ അവൾ ഒരു ഓട്ടോറിക്ഷ വിളിക്കാൻ തീരുമാനിച്ചു. അധികം വൈകാതെ ഒരു പഴയ ഓട്ടോറിക്ഷ അവളുടെ മുന്നിൽ വന്നു നിന്നു. വേലുച്ചേട്ടൻ എന്ന് ഓട്ടോയുടെ ഗ്ലാസ്സിൽ എഴുതി വെച്ചിരുന്നു. നരച്ച താടിയും ക്ഷീണിച്ച മുഖവുമുള്ള ഒരു 60 വയസ്സോളം തോന്നിക്കുന്ന വേലു എന്ന പാവം മനുഷ്യൻ തന്റെ വണ്ടിയിൽ കയറിയത് സാക്ഷാൽ പോലീസ് സൂപ്രണ്ടാണെന്നറിയാതെ വണ്ടി മുന്നോട്ടെടുത്തു. രാവിലത്തെ ഇളം വെയിലിലൂടെ ഓട്ടോറിക്ഷ മുന്നോട്ട് നീങ്ങി. അഞ്ജലി വളരെ സ്നേഹത്തോടെ വേലുവിനോട് വിശേഷങ്ങൾ ചോദിച്ചു. അവളുടെ ശാന്തമായ പെരുമാറ്റം കണ്ടപ്പോൾ വേലുവിന് തന്റെ സങ്കടങ്ങൾ ആരോടെങ്കിലും പങ്കുവെക്കാൻ തോന്നി. മോളെന്താ രാവിലെ തന്നെ ഇത്ര തിടുക്കപ്പെട്ട്? വേലു ചോദിച്ചു. എന്റെ അനിയന്റെ കല്യാണമാണ് ചേട്ടാ, അതാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയത്, അഞ്ജലി മറുപടി പറഞ്ഞു. പെട്ടെന്ന് വേലുവിന്റെ മുഖം മങ്ങി. കല്യാണവും വിശേഷങ്ങളുമൊക്കെ വരുമ്പോൾ സന്തോഷിക്കാൻ പോലും ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് അവകാശമില്ല മോളെ. ഈ ഓട്ടോ ഓടിച്ചാണ് ഞാൻ 3 പെൺമക്കളെ വളർത്തിയത്. ഇപ്പോൾ ഇവിടുത്തെ പോലീസുകാരെ കൊണ്ട് വല്ലാത്ത ശല്യമാണ്. അഞ്ജലിക്ക് കാര്യം മനസ്സിലായില്ല. അവൾ ചോദിച്ചു, എന്തു പറ്റി ചേട്ടാ? പോലീസുകാർ എന്തു ചെയ്തു? വേലു ഒരു നെടുവീർപ്പോടെ പറഞ്ഞു തുടങ്ങി. ഇവിടുത്തെ ഇൻസ്പെക്ടർ ബാസി സാറിനെ കുറിച്ച് മോൾ കേട്ടിട്ടുണ്ടോ? ഒരു ദയമില്ലാത്ത മനുഷ്യനാണ്. നമ്മൾ എന്ത് രേഖകൾ കാണിച്ചാലും അയാൾക്ക് തൃപ്തിയാകില്ല. ഓട്ടോക്കാരുടെ പേരിൽ അനാവശ്യമായി പിഴ ചുമത്തും. പണം കൊടുത്തില്ലെങ്കിൽ വണ്ടി പിടിച്ചു വെക്കും. തെറ്റൊന്നും ചെയ്യാത്തവരെ ഭീഷണിപ്പെടുത്തി പണം തട്ടുകയാണ് പുള്ളിയുടെ പ്രധാന പണി. ചോദിക്കാൻ ആർക്കും ധൈര്യമില്ല മോളെ. അധികാരം അവരുടെ കയ്യിലല്ലേ. ഇത് കേട്ടപ്പോൾ അഞ്ജലിയുടെ ഉള്ളിലെ IPS ഉദ്യോഗസ്ഥ ഉണർന്നെങ്കിലും അവൾ അതൊന്നും പുറത്തു കാണിക്കാതെ എല്ലാം മോളി കേട്ടു. തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്റെ ചെയ്തികൾ അവൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ ഇതൊരു അവസരമായി അവൾ കണ്ടു. ഓട്ടോറിക്ഷ നഗരത്തിലെ പ്രധാന കവലയോട് അടുത്തു. പെട്ടെന്ന് മുന്നിൽ ഒരു പോലീസ് ജീപ്പ് കുറുകെയിട്ടു. ഇൻസ്പെക്ടർ ബാസിയും മറ്റു 2 പോലീസുകാരും അവിടെ വാഹന പരിശോധന നടത്തുകയായിരുന്നു. ബാസിയുടെ മുഖത്ത് അധികാരത്തിന്റെ അഹങ്കാരം പ്രകടമായിരുന്നു. നിർത്തടാ അവിടെ, ബാസി ആക്രോശിച്ചു. ഭയന്നു വിറച്ച വേലു വണ്ടി ഒതുക്കി നിർത്തി. ബാസി ധിക്കാരത്തോടെ ഓട്ടോയുടെ അടുത്തേക്ക് വന്നു. എടുക്കടാ പേപ്പറുകൾ. വേലു തന്റെ കൈവശമുള്ള ലൈസൻസ്, ഇൻഷുറൻസ്, പെർമിറ്റ് തുടങ്ങിയ എല്ലാ രേഖകളും കാണിച്ചു. എല്ലാം കൃത്യമായിരുന്നു. എന്നാൽ അത് അംഗീകരിക്കാൻ ബാസി തയ്യാറായിരുന്നില്ല. നിന്റെ വണ്ടിയുടെ ടയർ തേഞ്ഞിട്ടുണ്ടല്ലോ, അതിനൊരു 5000 രൂപ ഫൈൻ അടച്ചിട്ട് നീ വണ്ടി എടുത്തു പോയാൽ മതി, ബാസി പറഞ്ഞു. വേലുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. സാറേ, എൻ്റെ കയ്യിൽ അത്രയും പണമില്ല. ഞാൻ രാവിലെ ഇറങ്ങിയതേ ഉള്ളൂ. രേഖകളെല്ലാം കൃത്യമല്ലേ സാറേ, എന്നോട് ഈ ക്രൂരത കാണിക്കരുത്, വേലു കൈകൂപ്പി അപേക്ഷിച്ചു. എന്നാൽ ദയയുടെ ഒരു കണിക പോലും ഇല്ലാത്ത ബാസി വേലുവിന്റെ കോളറിൽ പിടിച്ച് വണ്ടിയിൽ നിന്നും വലിച്ച് താഴെയിട്ടു. പണമില്ലാതെ നീ ഇവിടുന്ന് പോകില്ലടാ എന്ന് പറഞ്ഞ് ബാസി വേലുവിനെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. വേലുവിനെ റോഡിലേക്ക് വലിച്ചിഴച്ച ബാസി തന്റെ ബൂട്ട് കൊണ്ട് അയാളെ തൊഴിക്കാനാഞ്ഞു. ചുറ്റും കൂടെ നിൽക്കുന്ന ജനങ്ങൾ കാഴ്ചക്കാരായി നിൽക്കുന്നതല്ലാതെ ആരും പ്രതികരിച്ചില്ല. പോലീസിനെതിരെയുള്ള ഭയം എല്ലാവരുടെയും വായ് മൂടിക്കെട്ടിയിരുന്നു. പെട്ടെന്നാണ് ആ പഴയ ഓട്ടോറിക്ഷയിൽ നിന്നും നീലസാരി ഉടുത്ത ആ യുവതി പുറത്തിറങ്ങിയത്. തിളങ്ങുന്ന കണ്ണുകളുടെ യാതൊരു ഭയവുമില്ലാതെ അവൾ ബാസിക്കും വേലുവിനും ഇടയിലേക്ക് കയറി നിന്നു. കൈയെടുക്കടാ അയാളുടെ ദേഹത്ത് നിന്ന്. അഞ്ജലിയുടെ ശബ്ദം ആ കവലയിൽ മുഴങ്ങിക്കേട്ടു. ആ ശബ്ദത്തിലുണ്ടായിരുന്ന ഗാംഭീര്യം ഒരു നിമിഷം ബാസിയെ പോലും അമ്പരിപ്പിച്ചു. എങ്കിലും തന്റെ അധികാര ഗർവിന് മുന്നിൽ ഒരു സാധാരണ സ്ത്രീ നിൽക്കുന്നത് അവന് സഹിച്ചില്ല. ഏതവളാ നീ? പോലീസിനെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താൻ വന്നാൽ നിന്നെ ഞാൻ അകത്തിടും. മാറി നിൽക്കടേ അങ്ങോട്ട്, ബാസി അലറി. അഞ്ജലി ഒട്ടും പതറാതെ ബാസിയുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. നിയമം നടപ്പിലാക്കാനാണ് നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത്, അല്ലാതെ പാവങ്ങളെ വഴിയിലിട്ട് തല്ലാനല്ല. അയാളുടെ രേഖകളെല്ലാം കൃത്യമാണെന്ന് ഞാൻ കണ്ടതാണ്. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പിഴ ചുമത്തുന്നത്? കൂടെ നിൽക്കുന്നവരുടെ മുന്നിൽ വെച്ച് ഒരുവൾ തന്നെ ചോദ്യം ചെയ്യുന്നത് ബാസിയുടെ സമനില തെറ്റിച്ചു. അയാളുടെ ഈഗോ വ്രണപ്പെട്ടു. എന്തടിസ്ഥാനത്തിലാണെന്ന് ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി കാണിച്ചു തരാമടി. പോലീസിനെ ചോദ്യം ചെയ്യാറായോ നാട്ടുകാർ? 2നെയും ജീപ്പിലേക്ക് കയറ്റടാ, ബാസി തന്റെ കീഴുദ്യോഗസ്ഥരുടെ നേരെ അലറി. 2 പോലീസുകാർ വന്ന് അഞ്ജലിയെയും വേലുവിനെയും ജീപ്പിലേക്ക് തള്ളിക്കയറ്റി. വേലു ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. സാറേ, ഈ കുട്ടിയെ വിട്ടേക്ക്, എൻ്റെ മോളുടെ പ്രായമേ ഉള്ളൂ, അവൾക്കൊരു അബദ്ധം പറ്റിയതല്ലേ, വേലു കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. എന്നാൽ ബാസി അത് ചെവിക്കൊണ്ടില്ല. ജീപ്പ് സ്റ്റേഷനിലേക്ക് കുതിച്ചു. അഞ്ജലി യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. അവളുടെ മനസ്സിൽ ഈ ജീർണിച്ച വ്യവസ്ഥതയോടുള്ള അമർഷവും പകയും ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷന്റെ പിൻഭാഗത്തെ ഇരുണ്ട ലോക്കപ്പ് മുറി. വിയർപ്പിന്റെയും മൂത്രത്തിന്റെയും രൂക്ഷഗന്ധം അവിടെയാകെ നിറഞ്ഞു നിന്നിരുന്നു. തണുത്ത സിമന്റ് തറയിൽ ചുരുണ്ടുകൂട്ടിയിരുന്ന് വേലു ഏങ്ങലടിച്ച് കരഞ്ഞു. താൻ കാരണം ആ നല്ലവളായ കുട്ടിക്ക് ഈ ഗതി വന്നല്ലോ എന്നോർത്ത് അയാളുടെ നെഞ്ചു പൊട്ടി കരയുകയായിരുന്നു. മോൾ എന്നോട് ക്ഷമിക്കണം. എൻ്റെ ഒരു കാര്യം പറയാൻ വന്നിട്ടല്ലേ മോൾക്ക് ഈ ഗതി വന്നത്? കല്യാണത്തിന് പോകാൻ ഇറങ്ങിയതാ. ആ തെമ്മാടികൾ ഇനി നമ്മളോടൊക്കെ എന്തൊക്കെ ചെയ്യുമെന്നോ വേലു വിതുമ്പി. അഞ്ജലി പുഞ്ചിരി കൊണ്ട് അഴിക്കുള്ളിലൂടെ കൈനീട്ടി വേലുവിന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. ഒന്നും പേടിക്കാനുള്ള ചേട്ടാ, സത്യം നമ്മുടെ ഭാഗത്തല്ലേ, എല്ലാം ശരിയാവും. അവൾക്ക് ഒട്ടും ഭയമുണ്ടായിരുന്നില്ല.
പകരം അവളുടെ കണ്ണുകൾ ആ സ്റ്റേഷനിലെ ഓരോ ചലനങ്ങളെയും ഒപ്പിയെടുക്കുന്നതായിരുന്നു. ഡെസ്കിലിരുന്ന് പരാതിക്കാരോട് പരുഷമായി സംസാരിക്കുന്ന റൈറ്റർ, ചായ കൊണ്ടുവന്ന പയ്യനെ അസഭ്യം പറയുന്ന പോലീസുകാരൻ, ഭാസിയുടെ മുറിയിൽ നടക്കുന്ന പണമിടപാടുകൾ എല്ലാം ആ IPS ബുദ്ധി സൂക്ഷ്മമായി നിരീക്ഷിച്ചു. തന്റെ അധികാരപരിധിയിലുള്ള ഒരു സ്റ്റേഷന്റെ തനിനിറം അവൾ നേരിട്ട് മനസ്സിലാക്കുകയായിരുന്നു. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു. ആ സ്റ്റേഷനിലെ SI സുരേഷ് റൂറൽ പെട്രോളിംഗ് കഴിഞ്ഞ് തിരികെ സ്റ്റേഷനിലെത്തി. തലേ ദിവസം ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നടന്ന പുതിയ SP സ്വാഗത ചടങ്ങിൽ സുരേഷ് പങ്കെടുത്തിരുന്നു. അതിനാൽ ആ പുതിയ SP മുഖം സുരേഷിന് നന്നായി അറിയാമായിരുന്നു. സ്റ്റേഷനിലേക്ക് കയറി വന്ന സുരേഷ് തന്റെ തൊപ്പി മേശപ്പുറത്ത് വെച്ചു. കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു. വെള്ളം കുടിക്കുന്നതിനിടയിൽ അയാളുടെ കണ്ണുകൾ വെറുതെ ലോക്കപ്പിലേക്ക് നീണ്ടു. ഇരുമ്പഴിക്കുള്ളിൽ ശാന്തമായി നിൽക്കുന്ന ആ നീലസാരിക്കാരിയെ കണ്ടതും സുരേഷിന്റെ തൊണ്ടയിൽ വെള്ളം കുരുങ്ങി. അയാൾ ചുമച്ചുപോയി. അയാളുടെ കണ്ണുകൾ വിടർന്നു. ഹൃദയമിടിപ്പ് നിലച്ചതുപോലെ തോന്നി. അത് പുതിയ SP മാഡമല്ലേ? അയാൾ കണ്ണുകൾ തിരുമ്മി ഒന്നുകൂടെ നോക്കി. അതെ, സാക്ഷാൽ അഞ്ജലി മേനോൻ IPS. സുരേഷിന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. കാലുകൾക്ക് ബലമില്ലാത്തതുപോലെ അയാൾ വേച്ച് ഇൻസ്പെക്ടർ ബാസിയുടെ ക്യാബിനിലേക്ക് ഓടി. ബാസി അപ്പോൾ സിഗരറ്റ് വലിച്ച് ഫോണിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു. സുരേഷ് പരിങ്ങളുടെ എത്തിച്ചുകൊണ്ട് ചോദിച്ചു, സാറേ, ആ ലോക്കപ്പിൽ കിടക്കുന്നത് ആരാണെന്ന് സാറിന് അറിയാമോ? ബാസി പുച്ഛത്തോടെ പുക ഊതിവിട്ടു. ഏതോ ഒരു അഹങ്കാരിയായ പെണ്ണ്. ഓട്ടോക്കാരന് വേണ്ടി പോലീസുകാരോട് നിയമം സംസാരിക്കാൻ വന്നതാ. വൈകുന്നേരം വരെ അവിടെ കിടക്കട്ടെ, അപ്പൊ തീരും അവളുടെ അഹങ്കാരം. സുരേഷ് തലയിലടിച്ച് നിലവിളിച്ചു പോയി. അയ്യോ സാറേ, നമ്മൾ തീർന്നു. സാറിന്റെ പണി പോയി. അത് സാധാരണ പെണ്ണല്ല. അത് നമ്മുടെ ജില്ലയിലേക്ക് ഇന്നലെ ചാർജ് എടുത്ത പുതിയ SP അഞ്ജലി മേനോൻ IPS ആണ്. ഈ വാക്കുകൾ ഭാസിയുടെ ചെവിയിൽ ഒരു ഇടുത്തി പോലെയാണ് വീണത്. സുരേഷിന്റെ വാക്കുകൾ കേട്ടതും ഭാസിയുടെ തല കറങ്ങി. അയാൾ ഇരുന്ന കസേരയിൽ നിന്നും താഴേക്ക് ഊർന്നു വീഴാൻ പോയി. വിയർപ്പ് കണങ്ങൾ അയാളുടെ നെറ്റിയിൽ പൊടിഞ്ഞു. ഓടിച്ചെന്ന് വിറയ്ക്കുന്ന കൈകളോടെ അയാൾ ലോക്കപ്പ് തുറന്നു. അഞ്ജലി ഗാംഭീര്യത്തോടെ പുറത്തേക്ക് വന്നു. അവരുടെ മുഖത്ത് ഒരു സാധാരണക്കാരിയല്ല, മറിച്ച് ഒരു ജില്ലയുടെ മുഴുവൻ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് മേധാവിയായ കരുത്തുണ്ടായിരുന്നു. ആ സ്റ്റേഷൻ മുഴുവൻ നിശബ്ദമായി. അഞ്ജലി തന്നെ മൊബൈൽ ഫോൺ എടുത്ത് ജില്ലാ കളക്ടറെയും വിജിലൻസ് DYSPയെയും വിവരമറിയിച്ചു. നിമിഷങ്ങൾക്കകം ഉന്നത ഉദ്യോഗസ്ഥർ സ്റ്റേഷനിലേക്ക് പാഞ്ഞെത്തി. വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ ഭാസിയുടെ കണക്കിൽപ്പെടാത്ത പണവും വ്യാജ രസീതുകളും കണ്ടെടുത്തു. സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഭാസി നിരന്തരം ജനങ്ങളെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയിരുന്നതായും മർദ്ദിച്ചതായും വ്യക്തമായ തെളിവുകൾ ലഭിച്ചു. അഞ്ജലിയുടെ കർശനമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇൻസ്പെക്ടർ ഭാസിയെ അന്ന് തന്നെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അയാൾക്കെതിരെ അഴിമതിക്കും അധികാര ദുർവിനിയോഗത്തിനും ക്രിമിനൽ കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കാൻ കലക്ടർ ഉത്തരവിട്ടു. വേലുവിന് തന്റെ ഓട്ടോറിക്ഷ തിരികെ നൽകുകയും പോലീസ് നേരിട്ട് അയാളോട് മാപ്പ് പറയുകയും ചെയ്തു. കണ്ണീരോടെ വേലു അഞ്ജലിയുടെ കാലിൽ വീഴാൻ പോയപ്പോൾ അവൾ അയാളെ ചേർത്ത് പിടിച്ചു. തൻ്റെ അനിയൻ്റെ കല്യാണത്തിന് കുറച്ച് വൈകിയെങ്കിലും അഞ്ജലി എത്തുമ്പോൾ അവളുടെ മനസ്സിൽ വലിയൊരു കടമ നിർവഹിച്ചതിൻ്റെ ചാരിതാർത്ഥ്യമുണ്ടായിരുന്നു. യൂണിഫോം എന്നത് ജനങ്ങൾക്ക് സുരക്ഷയും സേവനവും നൽകാനാണ്, അല്ലാതെ അവരെ ഭയപ്പെടുത്താനോ കൊള്ളയടിക്കാനോ ഉള്ളതല്ല. നിയമത്തിന് മുന്നിൽ ഏത് വലിയ ഉദ്യോഗസ്ഥനായാലും സാധാരണക്കാരനായാലും ഒരുപോലെയാണെന്നും അധികാരം ദുർവിനിയോഗം ചെയ്താൽ അത് നൽകിയ അതേ നിയമം തന്നെ അവരെ ശിക്ഷിക്കുമെന്നും ഈ സംഭവം വ്യക്തമാക്കുന്നു.